ഞാൻ ഈ രാജ്യദ്രോഹിയായ സവർണർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അതായത് ബ്രാഹ്മണന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേദങ്ങളുടെയോ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ രാമായണത്തിൻ്റെയോ ഒന്നും ആളല്ല. അതിനെ അംഗീകരിക്കുകയോ അതിനെ ഫോളോ ചെയ്യുകയോ ചെയ്യുന്ന ആളല്ല. എങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇതൊക്കെ അംഗീകരിച്ച് വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ യഥേഷ്ടം സത്യസന്ധമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബലി എന്ന് പറയുന്ന സംഭവം ഈ പറയുന്ന വേദങ്ങളിലോ ഭഗവത്ഗീതയുടെ അറിവിനനുസരിച്ച് യോജിച്ചതല്ല. കാരണം അവർ പറയുന്നതനുസരിച്ച് മരിച്ചാൽ ഉടനെ തന്നെ വസ്ത്രമാകുന്ന ശരീരം ഉപയോഗിച്ച് ആത്മാവ് മറ്റൊരു വസ്ത്രം ധരിക്കുന്നു എന്നാണ്. മറ്റൊരു വസ്ത്രം എന്ന് പറയുമ്പോൾ ഏത് വസ്ത്രം എന്നല്ല, ഏത് ശരീരം എന്നുള്ളതല്ല, എല്ലാ ശരീരത്തിലും, അതായത് പുഴുവായും കാക്കയായും പട്ടിയായും പൂച്ചയായും പാമ്പായും എന്തായാലും മനുഷ്യനായിട്ടും ആടായിട്ടും മാടായിട്ടും ഒക്കെ പുനർജനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പുനർജനിച്ച് കഴിഞ്ഞ ഒരാളിന് നിങ്ങൾ എങ്ങനെയാണ് ആത്മാവിന് ബലി തർപ്പണം ചെയ്യുന്നത്? ആത്മാവ് അലയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മാവ് അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് പറയുന്ന സങ്കല്പം പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയത്. ഈ ബലി തർപ്പണമൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്ക്, ബ്രാഹ്മണന്മാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരേ ഒരു വഴിയാണ്.